സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ഒന്നുമില്ല, അതിക്കും മേലെ എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല? നമുക്ക് തീർച്ചയായിട്ടും ഓസ്കാർ കിട്ടണം. ഷുവറായിട്ടും രാജു സാറിന് കിട്ടും, ബ്ലസി സാറിന് കിട്ടും, ബെന്യാമിൻ സാർ, റഹ്മാൻ സാറിന് ഒരിക്കൽ കൂടി ഓസ്കാർ നോമിനേഷൻ എന്തായാലും ഉണ്ടോ? ഉറപ്പായിട്ടും എല്ലാവരും ജീവിക്കുകയാണ്. ഓരോ നിമിഷങ്ങളും നമ്മൾ ആകാംക്ഷയോടെ കണ്ടിരുന്ന ഒരു സിനിമയാണ്. കാരണം വെച്ചാൽ അതുപോലെ ബ്ലസി സാറിന് നല്ലൊരു സിനിമ. കാരണം ഈ പ്രാവശ്യം ഓസ്കാർ എന്തായാലും പൃഥ്വിരാജ് കൊണ്ടും ഉറപ്പാണ്. ഈ പ്രാവശ്യം കൊണ്ട് പൃഥ്വിരാജ് കൊണ്ടും. മലയാള സിനിമ എന്നല്ല, തെന്നിന്ത്യൻ മൂവിയിൽ ഒരാൾക്കും ഈ പൃഥ്വിരാജ് എടുത്ത ഒരു എഫക്ട് അത്ര എടുക്കാൻ പറ്റത്തില്ല. ഒരാൾക്കും പറ്റില്ല, ലാലേട്ടനും പറ്റില്ല, മമ്മൂട്ടിക്കും പറ്റത്തില്ല. അവരത് കിരീടം പൃഥ്വിരാജ് തന്നെ കൊടുക്കണം. അത് വേണം, കാരണം അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു പടത്തിന് വേണ്ടി. നമ്മൾ മരുഭൂമിയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ പടം കണ്ടപ്പോൾ അത് ആ ഒരു കാലഘട്ടം തൊട്ടെല്ലാം നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നത് സിനിമയായിട്ട് തോന്നുന്നില്ല, ജീവിതമായിട്ട് തന്നെ തോന്നുന്നു. എന്താ പറയേണ്ടത് പോലെ അറിയില്ല, അത്ര ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ കരഞ്ഞു പോകുന്നുള്ളത്. അങ്ങനെ തന്നെ വന്ന് കണ്ടു. കാരണം നോവൽ വായിച്ചിട്ട് കരഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ എന്താ പറയുക, വായിച്ചതിനും അറിഞ്ഞതിനും അപ്പുറം നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ല അതിൽ പല സീൻസും കറക്റ്റ് ഫീൽ ചെയ്തുകൊണ്ട് കാണുമായിരുന്നു. നല്ല പടം, സൂപ്പർ പടം, ഒരു ഗംഭീര പടം തന്നെ പറയാം. ഭയങ്കര എഫർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, പടത്തിൽ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാതെ ദാഹിച്ച വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റാതെ അത്രയും ഇമോഷണലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ പൃഥ്വിരാജ് ചെയ്ത ഡെഡിക്കേഷനെ കുറിച്ച് മുന്നേ നമ്മളോട് നേരിട്ട് പറഞ്ഞ് പലതിലും കേട്ടറിഞ്ഞെങ്കിലും മുന്നേ ഒരുപാട് കണ്ടെങ്കിലും ഇപ്പൊ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ പുള്ളിയൊന്ന് കണ്ട് കൈ കൊടുക്കാൻ തോന്നുന്നു. കാരണം അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ക്ലാസിക്, വേൾഡ് ക്ലാസിക് ആയിട്ട് തന്നെ മാറാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആടുജീവിതം കണ്ടു, ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് ആറാടുകയാണ്, ത്രസിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തം തന്നെ പറയാം. അതിജീവനത്തിന്റെ ഒരു സാഹസികത്തിന്റെ ഒരു ജീവിത സാഹചര്യം എന്ന് തന്നെ പറയാം. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയമാണ്. കഷ്ടപ്പെട്ടാണ് പുള്ളി ഓരോ ക്യാരക്ടറിൽ ചേരിക്കുന്നത്. ഓരോ കഥാപാത്രത്തിൽ നിന്നും വ്യത്യസ്ത നിറഞ്ഞ അഭിനയ മുഹൂർത്തമാണ് കാണുന്നത്. പിന്നെ അമലാപോളിന്റെ മികച്ച ഗാംഭീര്യം നിറഞ്ഞ വേഷമാണ് സിനിമയിൽ. പിന്നെ ബ്ലസി സാറിന്റെ കുറേ നാൾക്ക് ശേഷമുള്ള കുറേ വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് നല്ലൊരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഒരു വയലൻസും ഇല്ലാണ്ട് ബോറടിപ്പിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ദുഃഖവെള്ളിയാണ് നാളെ, അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. പുസ്തകം നിങ്ങൾക്ക് തന്ന വികാരത്തെക്കാൾ 10 മടങ്ങ് വലിയ ഒരു വികാരമാണ് സിനിമ നമുക്ക് പകർന്നു നൽകുന്നത്. പുസ്തകത്തിൻ്റെ ഊർജം മുഴുവൻ ഊറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ വികാരങ്ങൾ മുഴുവൻ പകർന്നുകൊണ്ടാണ് സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ തരത്തിലും അമേസിംഗ് ആയ ചിത്രം എന്ന് മാത്രമേ പറയാനുള്ളൂ. പൃഥ്വിരാജിൻ്റെ അഭിനയമായാലും റഹ്മാന്റെ സംഗീതമായാലും എത്രത്തോളം ആ നജീബിൻ്റെ വൈകാരികതയെ കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമാണ് നമുക്ക് തന്നത്. എൻ്റെ പുസ്തകത്തെ ഇത്തരത്തിൽ മഹത്തായ ഒരു സിനിമയാക്കി സൃഷ്ടിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ നടീനടന്മാർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയും. ഇത് സിനിമയിൽ പറയുന്ന പോലെ ഒരു നജീബിൻ്റെ മാത്രം കഥയല്ല, അനേകായിരം കഷ്ടപ്പെടുന്നവരുടെ കഥ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത്. ബ്ലസ്സിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട്, ഒരു കെട്ടിപ്പിടുത്തം, ഒരു താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ നിങ്ങൾ ഫീൽ ചെയ്ത് അതേപോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. ഡബിങ്ങിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഫീൽ ചെയ്ത എന്താണോ അതേ ഫീൽ തന്നെയാണ് ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത്. ചെറിയൊരു നൊമ്പരം പോലെ ആ ഒരു ഫീലാണ് എനിക്കിപ്പോ കിട്ടുന്നത്. അവസാനം നജീബ് ഇനിയിപ്പോ ഞങ്ങളുടെ വർക്ക് ചെയ്തു, ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എന്റെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടും സിനിമകളെ പറ്റി പഠിച്ചതും ഞാൻ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒരു കുട്ടി അഡൽട്ട് ആവുന്നത്. അപ്പൊ ഞാൻ കണ്ടുപഠിച്ചത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പരാണ്. പ്ലസ് സാർ എടുത്തുനിന്ന് പഠിച്ച ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മളെ ലക്ഷ്യത്തിലെത്താതെ അവിടുന്ന് വ്യതിചലിക്കാൻ പാടില്ല. എപ്പോഴും മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളൊരു സംഭവം ബസ്സാരുടെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഈ ജീവിതത്തിൽ നല്ല മുന്നോട്ട് പോവുക, നല്ല കോൺഫിഡൻസോടുകൂടി മൊറാലൊക്കെ ബൂസ്റ്റായി നല്ല കോൺഫിഡൻസോടുകൂടി പോവുക എന്നുള്ളൊരു അതെ. Well, I hope the audience like the movie. We love what we did. I think we gave a story that's very
very human. It's a human story, it's a journey that Jim went through, and he's still here, he's still with us. You know, it's a survival story, and he overcame it. So we're very happy to present the movie to you guys, and hopefully you enjoyed it. First of all, thank you very much, all of you. And I'm very glad and very happy to be in this film. I think everybody has seen the film, and it is up to you to decide. But I think it is excellent and excellent. Everything was excellent in this film. The story, the actors, directors, all the team which they play and they work in this film. It is amazing and excellent film. I hope, inshallah, it will. What to say? Everybody will say that this is exactly. We need. It's an Oscar-worthy movie. It's an Oscar-worthy movie. Seems like the story has taken Nobel. We want Nobel in this one also. Thank you. Okay.